നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ജനുവരി 27 നടക്കാൻ പോകുന്ന റോയൽ റംബിളിൽ 5 സൂപ്പർ സ്റ്റാർസുകൾ ഡെബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റാൻഡി ഓർട്ടൻ റിട്ടേൺ ചെയ്യുന്നുണ്ട് WWE-യിൽ. അതേപോലെ റാൻഡി ഓർട്ടൻ്റെ അടുത്ത പ്ലാൻ എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലേക്ക് കൂടി എന്നെ വിളി. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ പോയേക്കാം. Gotta know that nothing lasts forever. നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റോയൽ റംബിളിൽ 5 സൂപ്പർ സ്റ്റാർ ഡെബ്യൂട്ട് ചെയ്യുന്നുണ്ട്. റോയൽ റംബിളിൽ അവരാരൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ 2 സൂപ്പർ സ്റ്റാർസുകൾ ഡെബ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കൺഫേംഡ് ആയ കാര്യമാണ്. ഇന്നത്തെ ഈ 2 സൂപ്പർ സ്റ്റാർ ആരാണെന്ന് വെച്ചാൽ EC3 അതേപോലെ ലാർസ് സുലേവൻ. ഈ 2 സൂപ്പർ സ്റ്റാറുകളെ റോയൽ റംബിളിൽ ഡെബ്യൂട്ട് ചെയ്യുന്നതാണ്. EC3 നേരത്തെ ഡെബ്യൂട്ട് ചെയ്തതാണ്. മെയിൻ ഇവൻറ്റിൽ ഒരു ഡാർക്ക് മാച്ച് വെച്ച് EC3 ഡെബ്യൂട്ട് ചെയ്തതാണ്. പക്ഷേ റോയൽ റംബിളിലാണ് EC3യെ WWE ഒഫീഷ്യലായിട്ട് തന്നെ ഡെബ്യൂട്ട് ചെയ്യുന്നത്. റോയൽ റംബിളിൽ EC3 ലാർസ് സുലേവനെ WWE ഡെബ്യൂട്ട് ചെയ്യാണ്. ഇനി നമുക്ക് നോക്കാം ബാക്കി 3 സൂപ്പർ സ്റ്റാർസുകൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. മൂന്നാമതായിട്ട് റോയൽ റംബിളിൽ ഡെബ്യൂട്ട് ചെയ്യുന്നത് സൂപ്പർ സ്റ്റാർ ആരാണെന്ന് വെച്ചാൽ NXTയിലെ ഒരു സൂപ്പർ സ്റ്റാറാണ്. അലക്സ്റ്റർ ബ്ലാക്ക് എന്നാണ് പേര്. അലക്സ്റ്റർ ബ്ലാക്ക് NXTയിലാണ് വർക്ക് ചെയ്യുന്ന സൂപ്പർ സ്റ്റാറാണ്. അവിടുത്തെ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് അലക്സ്റ്റർ ബ്ലാക്ക്. അലക്സ്റ്റർ ബ്ലാക്കും ഈ റോയൽ റംബിളിൽ ഡെബ്യൂട്ട് ചെയ്യുന്നതാണ് WWE. ഇനി നമുക്ക് നോക്കാം നാലാമതായിട്ട് ആരാണെന്ന് വരുന്നത് നമുക്ക് നോക്കാം. നാലാമതായിട്ട് WWE റോയൽ റംബിളിൽ ഡെബ്യൂട്ട് ചെയ്യുന്ന NXTനെ ഡെബ്യൂട്ട് ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ ആരാണെന്ന് വെച്ചാൽ വെൽവെറ്റീൻ ഡ്രീമിനെയാണ് റോയൽ റംബിളിന് ഡെബ്യൂട്ട് ചെയ്യുന്നത്. NXT വർക്ക് ചെയ്യുന്ന സൂപ്പർ സ്റ്റാറാണ്. റോയൽ റംബിളിൽ ഡെബ്യൂട്ട് ചെയ്യുന്ന 4ാമത്തെ സൂപ്പർ സ്റ്റാറാണ് വെൽവെറ്റീൻ ഡ്രീം. ഇനി നമുക്ക് നോക്കാം 5ാമതായിട്ട് WWE റോയൽ റംബിളിൽ ഡെബ്യൂട്ട് ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ ആരാണെന്ന് വെച്ചാൽ കെന്നി ഒമേഗയാണ്. കെന്നി ഒമേഗ WWE വരുമെന്ന് പറഞ്ഞ് ഒഫീഷ്യലായിട്ട് കൺഫേംഡ് ചെയ്തിട്ടില്ല. 50-50 ചാൻസേ ഉള്ളൂ കെന്നി ഒമേഗ WWE വരാൻ. 50% WWE കെന്നി ഒമേഗ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ 50% AEWയിലോട്ട് പോകാനും ചാൻസ് ഉള്ളതാണ്. കെന്നി ഒമേഗ WWE വരാനാണെങ്കിൽ റോയൽ റംബിളിൽ ഉറപ്പായിട്ട് റിട്ടേൺ ചെയ്യണം. റോയൽ റംബിളിൽ റിട്ടേൺ ചെയ്യുന്നതിൽ കെന്നി ഒമേഗ ഒരിക്കലും WWE വരത്തില്ല. എന്തുകൊണ്ടാണ് കൂടുതലും WWE വരാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കെന്നി ഒമേഗ അതുപോലെ വലിയൊരു ഓഫറാണ് WWE കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടും ഓൾ എലൈറ്റ് റെസ്ലിംഗ് അത്ര വലിയ ഓഫർ ഒന്നും തുടക്കകാലത്ത് കെന്നി ഒമേഗ കൊടുക്കാൻ സാധിക്കത്തില്ല. WWE വലിയൊരു ഓഫർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ സാധ്യത കെന്നി ഒമേഗ WWE വരാനാണ്. നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റാൻഡി ഓർട്ടൻ എന്നാണ് റിട്ടേൺ ചെയ്യുന്നത് WWE. അതേപോലെ റാൻഡി ഓർട്ടൻ്റെ അടുത്ത പ്ലാൻ എന്താണ് നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. റാൻഡി ഓർട്ടൻ നമുക്ക് കാണാൻ കിട്ടാത്ത എന്താണെന്ന് വെച്ചാൽ ജനുവരി 1 നടന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വെച്ച് ഫാറ്റൽ 5-way മാച്ച് ഉണ്ടായിരുന്നു. അന്നത്തെ 5 സൂപ്പർ സ്റ്റാർസുകളെ പങ്കെടുക്കുന്ന ഒരു മാച്ചാണ്. അന്നത്തെ വിൻ ചെയ്യുന്ന ആൾക്ക് WWE ചാമ്പ്യൻഷിപ്പിൻ്റെ അടുത്ത് റോയൽ റംബിൾ മത്സരിക്കാൻ സാധിക്കുന്നതാണ്. അന്നത്തെ സമോവജോ പങ്കെടുത്തു, അതേപോലെ മുസ്തഫ അലി പങ്കെടുത്തു, പിന്നെ റേമി സ്റ്റുഡിയോ പങ്കെടുത്തു, പിന്നെ റാൻഡി ഓർട്ടൻ പങ്കെടുത്തു, AJ സ്റ്റൈൽസ് പങ്കെടുക്കും. AJ സ്റ്റൈൽസ് ആയിരുന്നു അന്നത്തെ വിൻ ചെയ്തത്. റാൻഡി ഓർട്ടനെ പരാജയപ്പെടുത്തി AJ സ്റ്റൈൽ ആയിരുന്നു അന്നത്തെ വിൻ ചെയ്തിരിക്കുന്നത്. AJ സ്റ്റൈൽ അതുകൊണ്ടാണ് റോയൽ റംബിളിൽ ഡാനിയൽ ബ്രയൻ്റെ അടുത്ത് ഒരു മാച്ച് WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് ലഭിച്ചത്. അതുകൊണ്ടാണ് റാൻഡി ഓർട്ടൻ നമുക്ക് കാണാൻ സാധിക്കാതിരുന്നത്. ഇനിയുള്ള റാൻഡി ഓർട്ടൻ ഇനി എന്നാ WWE റിട്ടേൺ ചെയ്യുന്നത് വെച്ചാൽ റോയൽ റംബിളിൽ ഇനി റാൻഡി ഓർട്ടൻ റിട്ടേൺ ചെയ്യത്തുള്ളൂ. റാൻഡി ഓർട്ടൻ റിട്ടേൺ ചെയ്തിട്ട് AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പം റാൻഡി ഓർട്ടൻ ഇപ്പം വേറെ റെസ്ലറിനായിട്ടൊരു ഫ്യൂഡ് ഇപ്പം ഇല്ല. ഇനിയുള്ളതെന്ന് വെച്ചാൽ AJ സ്റ്റൈൽസ് മാത്രമേ ഉള്ളൂ. AJ സ്റ്റൈൽസുമായിട്ടൊരു AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്തായിരിക്കും റാൻഡി ഓർട്ടൻ്റെയും AJ സ്റ്റൈൽസിനെയും ഫ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏത് മാച്ചിൽ റാൻഡി ഓർട്ടൻ അറ്റാക്ക് ചെയ്യുമെന്ന് വെച്ചാൽ റോയൽ റംബിളിൽ ഡാനിയൽ ബ്രയൻ വേഴ്സസ് AJ സ്റ്റൈൽ WWE ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ആ മാച്ച് റാൻഡി ഓർട്ടൻ വന്ന് AJ സ്റ്റൈലിനെ അറ്റാക്ക് ചെയ്യും. പക്ഷേ ഡാനിയൽ ബ്രയൻ ആ മാച്ച് വിൻ ചെയ്യും റിട്ടേൺ ചെയ്യും WWE ചാമ്പ്യൻഷിപ്പ്. ആ മാച്ചിൽ കൂടെ AJ സ്റ്റൈലിൻ്റെ റാൻഡി ഓർട്ടൻ്റെ ഫ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് റെസ്ലിമേനിയ 35 AJ സ്റ്റൈൽസ് വേഴ്സസ് റാൻഡി ഓർട്ടനായിട്ട് ഒരു മാച്ച് കാണാൻ വളരെ സാധ്യതയുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ന്യൂസ് ഇതൊക്കെ തന്നെയാണ്. റാൻഡി ഓർട്ടൻ ഇനി റോയൽ റംബിളിലെ വരത്തുള്ളെന്ന് പറഞ്ഞാണ് ഇപ്പം കിട്ടുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്ന് ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളും പല റെസ്ലേഴ്സും ലൈവ് സ്റ്റോറിയെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ട്
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൂടി എന്നെ വിളിയോ. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.